نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب السعير رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറെ ബഹുമാന്യനായിട്ടുള്ള സത്യവിശ്വാസികൾ സർവ്വലോക രക്ഷിതാവും അളവറ്റ ദയാപരനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും അവന്റെ മാർഗനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ പ്രത്യേകം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന സ്വന്തത്തോടെന്ന പോലെ എവരെയും ആമുഖമായി ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന അവന്റെ യഥാർത്ഥ ഇബാദത്തുകളുടെ കൂട്ടത്തിൽ നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുനിയാവെന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ ആയുസ്സുള്ള ഒന്നാണ്. ജനനം കൊണ്ട് തുടങ്ങി മരണം കൊണ്ട് അവസാനിക്കുന്ന ദുനിയാവിലെ ചെറിയ ഒരു യാത്ര. കേവലം 60-70 വയസ്സ് വരെ അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തിയതുപോലെ എന്റെ ഉമ്മത്തിന്റെ ആയുസ് എന്ന് പറയുന്നത് 60-70 ഇടയിൽ, ശരാശരി 60-70 ഇടയിലാണ് നമ്മുടെ ആയുസ് എന്ന് പറയുന്നത്. ഈ ചുരുങ്ങിയ ഒരു കാലയളവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചു തന്നത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷണത്തിന്റെ കാലഘട്ടമാണ്, ഒരു പരീക്ഷണമാണ്. ജീവിതം എന്ന് പറയുന്ന പരീക്ഷണമാണ്. ഈ സന്ദർഭത്തിൽ മനുഷ്യൻ ഇങ്ങനെ ദുനിയാവിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവന്റെ ജീവിതത്തിലേക്ക് വന്നെത്തുന്ന പലവിധ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളിലും അവനറിയാതെ അല്ലെങ്കിൽ അവൻ അറിഞ്ഞുകൊണ്ട് അതിന്റെ മുന്നിൽ തകർന്നു പോവുകയും പതറിപ്പോവുകയും അതിന്റെ പേരിൽ വിലപിക്കുകയും സങ്കടപ്പെടുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു പരീക്ഷാർത്ഥി തന്റെ ഒരുപാട് പ്രതീക്ഷയോടുകൂടി പരീക്ഷ എഴുതി അതിന്റെ റിസൾട്ട് വരുമ്പോൾ പരാജയപ്പെടുന്നു.
ആ സന്ദർഭത്തിൽ അവനുണ്ടാകുന്ന വലിയ ഒരു വിഷമമുണ്ട്, പ്രയാസമുണ്ട്. എങ്കിൽ പോലും അവൻ ആ സമയത്ത് വിലപിക്കും. അവനറിയാം ഈ പരീക്ഷ വീണ്ടും എഴുതി തിരിച്ചുവിടുക്കാം, അതിനുള്ള സാധ്യതയുണ്ട്. വീണ്ടും ഈ പരീക്ഷ എഴുതി പാസ്സാവാനുള്ള അവസരവുമുണ്ട്. എന്നിരുന്നാലും അവന് സങ്കടമുണ്ടാകും, വിഷമുണ്ടാകും. അതുപോലെ തന്നെയാണ് ഒരു സംരംഭം നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടി തുടങ്ങി. ആ സംരംഭം പെട്ടെന്ന് തകർന്നു പോകുമ്പോ നമുക്കുണ്ടാകുന്ന ഒരു വിലാപമുണ്ട്, വിഷമമുണ്ട്, സങ്കടമുണ്ട്. നമുക്ക് ആ സംരംഭം വീണ്ടും തുടങ്ങാൻ അവസരമുണ്ട്, സാധ്യതയുണ്ട്. പക്ഷേ എങ്കിൽ പോലും നമ്മൾ അതിന്റെ മുന്നിൽ തകർന്നു പോകും, ഒരുപാട് വിലപിക്കും. ഇങ്ങനെ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളുടെ മുന്നിൽ പോലും നമ്മൾ വിലപിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുന്നുണ്ട്. എങ്കിൽ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ, നാളെ പരലോകത്ത് ഈ നൈമിഷികമായി കൊണ്ടുള്ള ദുനിയാവിലെ യാത്ര കഴിഞ്ഞ് മരണത്തോടുകൂടി ആരംഭിക്കുന്ന പരലോകത്തിലേക്കുള്ള യാത്രയിൽ ആ പരലോകത്ത് സംഭവിക്കാനുള്ള ഒരുപാട് വിലാപങ്ങളുണ്ട്. അവിടെ നമുക്ക് തിരിച്ചു പിടിക്കാൻ അവസരങ്ങളില്ല. ദുനിയാവിൽ നമുക്ക് നഷ്ടപ്പെട്ട് തിരിച്ചു പിടിക്കാനുള്ള അവസരങ്ങളും സാധ്യതകളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ വിലപിച്ചു. പക്ഷെ പരലോകത്ത് നമുക്ക് അങ്ങനെ തിരിച്ചു പിടിക്കാൻ, റീ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു സാധ്യതയും അവസരവും നമുക്ക് അവിടെ ഇല്ല. അവിടെ ഉള്ള വിലാപങ്ങളെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ചര്യയിലൂടെ, ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. നമ്മൾ ആലോചിക്കണം, ദുനിയാവിൽ ഇങ്ങനെ വിലപിക്കുന്ന ആളുകൾ എപ്പോഴെങ്കിലും പരലോകത്തുള്ള നഷ്ടത്തെക്കുറിച്ച്, പരലോകത്തുള്ള ഭയാനകതയെ കുറിച്ച്, ഒരിക്കലും തിരിച്ചു കിട്ടാത്ത, ഒരിക്കലും തിരിച്ചു പിടിക്കാൻ സാധ്യമല്ലാത്ത നഷ്ടത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും നമ്മൾ ആലോചിക്കുകയും ഗൗരവത്തിൽ ചിന്തിക്കുകയും ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മളൊരു വേള മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ കുറ്റവാളികളായിട്ടുള്ള ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ നിശ്ചയിച്ചു തന്ന ആയുസ്സിനെ കൃത്യമായി കൊണ്ട് ഉപയോഗപ്പെടുത്താതെ, അത് കൃത്യമായി കൊണ്ട് നന്മയിൽ ഉപയോഗപ്പെടുത്താതെ, തിന്മയിൽ, അധാർമിക പ്രവർത്തനങ്ങളിൽ, അസാൻമാർഗിക പ്രവർത്തനങ്ങളിൽ ഉപയോഗപ്പെടുത്തി ജീവിതത്തെ എല്ലാ നിലക്കും ആസ്വദിച്ച്, അങ്ങനെ ആനന്ദിച്ച് ആർമാദിച്ച് മരണത്തിലേക്ക് എത്തുമ്പോ മനുഷ്യൻ വിലപിക്കുന്ന അവസരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്. ഒന്നാമതായി കൊണ്ട് മനുഷ്യൻ വിലപിക്കുന്നത് മരണമെത്തുമ്പോഴാണ്. മരണമെത്തുമ്പോ മനുഷ്യന്റെ വിലാപമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുഅ്മിനൂനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, ഹത്താ ഇദാ ജാഅ അഹദഹുൽ മൗത്ത് ഖാല റബ്ബി ഇർജിഊൻ ലഅല്ലി അഅമല സാലിഹൻ ഫീമാ തറക്തു കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. സൂറത്തുൽ മുഅ്മിനൂനിന്റെ 99-100 വചനമാണ്. ഹത്താ ഇദാ ജാഅ അഹദഹുൽ മൗത്ത്, മരണം അവരിലേക്ക് വന്നെത്തുന്ന സന്ദർഭം, ആ സമയം മുതൽ അവന്റെ വിലാപം തുടങ്ങുകയാണ്. ദുനിയാവിൽ ആനന്ദിച്ച് ആർമാദിച്ച് അല്ലാഹുവിനെ മറന്ന് ജീവിച്ച മനുഷ്യൻ, കുറ്റവാളിയായിട്ടുള്ള മനുഷ്യൻ, അവൻ പറയുകയാണ്, വിലപിക്കുകയാണ്, ഖാല റബ്ബി ഇർജിഊൻ, റബ്ബേ ഒന്ന് മടക്കിക്കൊണ്ട, റബ്ബേ ഒരു അവസരം കൂടി കൊണ്ട്, ലഅല്ലി അഅമല സാലിഹൻ ഫീമാ തറക്തു, ഞാൻ ഉപേക്ഷ വരുത്തിയിട്ടുള്ള ഒരുപാട് കർമ്മങ്ങളുണ്ട്, ഞാൻ വീഴ്ച വരുത്തിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ ഞാൻ കൃത്യമായി കൊണ്ട് ചെയ്തു കൊള്ളാം, ഞാൻ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചു കൊള്ളാം, ഒരു വേള എന്നെ ഒന്ന് മടക്കി അയക്കാമോ എന്ന് പറയാണ്. ആ വാക്കുകൊണ്ട് യാതൊരു കാര്യവുമില്ല, ആ വിലാപം കൊണ്ട് യാതൊരു കാര്യവുമില്ല. കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, വേണ്ട, കഴിഞ്ഞു, അവസരം കഴിഞ്ഞു. ഇനി ഇത് നീ പറയുന്ന വെറും വർത്തമാനം മാത്രം, നീ വിലപിക്കുന്ന നിന്റെ വെറും വിലാപം മാത്രമാണ്. നിന്റെ പിന്നിലിതാ ബർസഖ് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു സെക്കൻഡ് പോലും പിന്നീട് അവിടെ നീട്ടിക്കിട്ടുകയില്ല. ഇപ്പൊ മരണമെത്തുന്ന ആ സന്ദർഭം മുതൽ മനുഷ്യന്റെ വിലാപം തുടങ്ങുകയാണ്.
അല്ലേ? പറഞ്ഞു നോക്കൂ റബ്ബിനോട്, റബ്ബേ ഒരവസരം കൂടി കിട്ടോ? ഞാൻ ദുനിയാവിൽ ആനന്ദിച്ച് ആർമാദിച്ച് നിന്നെ മറന്ന് ജീവിച്ചു, ഒരുപാട് വീഴ്ചകൾ വരുത്തി, ഒരവസരം കൂടി ഒരൽപ്പം ആയുസ് എനിക്ക് നീട്ടിത്തരും. ഇല്ല, വെറും വർത്തമാനം മാത്രമായി കൊണ്ട് അല്ലാഹു ആ വിലാപത്തെ നിരാകരിച്ച് കളയുന്നതാണ്. ഇനി അവന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ പോലും ഈ വിലാപം തുടരുകയാണ്. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മയ്യത്ത് കട്ടിലിരുന്നത് പോലും അവന്റെ വിലാപം മരണപ്പെട്ട് ആ സമയത്ത് അവൻ പറഞ്ഞു നോക്കും, മരണമെത്തുന്ന സന്ദർഭത്തിൽ അത് കഴിഞ്ഞ് അവന്റെ ജനാസ കൊണ്ടുപോകുന്ന സമയം അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഇദാ വുദിഅത്തിൽ ജനാസതു ഫഹ്തമലഹ റിജാലു അലാ അലാകിഹിം. ആളുകൾ അവനെ മയ്യത്തു കട്ടിലേറ്റിയിട്ട് ആളുകൾ ഇങ്ങനെ കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ വഇൻ കാനത് സ്വാലിഹ ഖാലത് ഖദ്ദിമൂനി. നല്ല മയ്യത്ത് ഇങ്ങനെ പറയുമെന്നാണ്, ഖദ്ദിമൂനി, എന്നെ ഒന്ന് പെട്ടെന്ന് കൊണ്ടുപോകൂ, എന്നെ ഒന്ന് പെട്ടെന്ന് കൊണ്ടുപോകൂ എന്ന് നല്ല മയ്യത്ത് വിളിച്ചു പറയുന്നതാണ്. ആ മയ്യത്ത് കട്ടിലിൽ വെച്ച് വഇൻ കാനത് ഗൈറ സാലിഹ, ഇനി ചീത്ത മയ്യത്താണെങ്കിലോ, അധർമ്മങ്ങൾ പ്രവർത്തിച്ച് താന്തോന്നിയായിക്കൊണ്ട് ജീവിച്ച മയ്യത്താണെങ്കിൽ അത് അതിന്റെ അഖിലുകാരോട് പറയും, യാ വൈലഹാ ഐന യദ്ഹബൂൻ. എന്തൊരു നാശമേ, എന്തൊരു കഷ്ടമേ, എന്തൊരു നാശമേ, ഐന യദ്ഹബൂൻ, എവിടേക്കാണ് നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത്? അവൻ വിലപിക്കുകയാണ്. വിലാപം, മരണത്തിന് ശേഷം മയ്യത്തു കട്ടിൽ വെച്ചവൻ വിലപിക്കുകയാണ്. എവിടേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞ് അട്ടഹസിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, യസ്മഉ സൗതഹാ കുല്ലു ശൈഇൻ ഇല്ലൽ ഇൻസാൻ. ആ വിലാപമുണ്ടല്ലോ, എല്ലാ ജീവജാലങ്ങളും കേൾക്കും. ഇല്ലൽ ഇൻസാൻ, മനുഷ്യരൊഴികെ ബാക്കിയുള്ള ജീവജാലങ്ങൾക്കൊക്കെ ആ മനുഷ്യന്റെ വിലാപം കേൾക്കാൻ കഴിയുമെന്നുള്ളതാണ്. എന്നിട്ട് അല്ലാഹു റസൂൽ പറഞ്ഞു, വലൗ സമിഅൽ ഇൻസാൻ ലസഇഖ. മനുഷ്യനെക്കാളും ആ വിലാപം കേട്ടിരുന്നെങ്കിൽ ആ സമയം അവൻ ബോധം കെട്ട് വീഴുമായിരുന്നു. മയ്യത്തിങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഈ ഒരു അട്ടഹാസവും ഈ വിലാപവും കേൾക്കുകയാണെങ്കിൽ, മനുഷ്യരെങ്ങാനും കേൾക്കുകയാണെങ്കിൽ അവൻ ബോധം കെട്ട് വീടുപോകുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോ ആ ഒരു വിലാപം കൊണ്ട് കാര്യമില്ല. അവിടെയും മനുഷ്യനിങ്ങനെ വിലപിച്ചു നോക്കുമെന്നുള്ളതാണ്. കഴിഞ്ഞില്ല, വീണ്ടും അങ്ങനെ അവൻ പരലോകത്തിലേക്ക് എത്തുന്നതിന് മുമ്പായി ബർസഖിൽ കിടക്കുകയാണ്. ബർസഖിൽ എത്തിക്കഴിഞ്ഞാൽ, മയ്യത്ത് കൊണ്ടുപോയി ബർസഖിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ വേറെ വിലാപം. എല്ലാവരും പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നീട് ആ ബർസഖിന്റെ ആ ഇടുങ്ങിയ ഖബറിനുള്ളിൽ, ആ കൂരിട്ടുള്ള ഖബറിനുള്ളിൽ മലക്കുകൾ വരികയായി. എന്നിട്ട് ചോദ്യങ്ങൾ തുടങ്ങുകയായി. ആ സമയത്തുള്ള വിലാപമുണ്ട്. താന്തോന്നിയായിക്കൊണ്ട് ജീവിച്ച മനുഷ്യൻ ചിന്തയായിട്ടുള്ള മയ്യത്താണെങ്കിൽ അവിടെ വെച്ച് ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കാതെ വിലപിക്കുന്ന അവസ്ഥയുണ്ട്. അവിടുന്ന് ചോദിക്കുമ്പോ, മലക്കുകൾ ചോദിക്കുമ്പോ, മൻ റബ്ബുക, മൻ നബിയുക, മൻ ഇമാമുക എന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോ മനുഷ്യൻ അവിടെ വെച്ച് വിലപിക്കും, ലാ അദ്രി എന്ന് പറഞ്ഞ് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് വിലപിക്കുന്ന അവസ്ഥ അവിടെ ഖബറിൽ തുടങ്ങുകയാണ്. അപ്പൊ നിങ്ങൾ അവിടെയും മനുഷ്യൻ വിലപിക്കുകയാണ്. പക്ഷെ ആ വിലാപം കൊണ്ട് കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. വീണ്ടും അവൻ വിലപിക്കുന്നുണ്ട്. മറ്റൊരു സന്ദർഭം ഖബറിൽ വെച്ചുകൊണ്ട് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പ്രവേശിക്കാനിരിക്കുന്ന ആ നരകത്തിന്റെ വാതിൽ അവനെ തുറന്നിട്ട് കൊടുക്കും. നരകത്തിന്റെ ഭീകരത കണ്ട്, നരകത്തിന്റെ ഭയാനകത കണ്ട് ആ മനുഷ്യൻ വിലപിക്കുന്നതാണ്, ഖിയാമത്ത് നാൾ സംഭവിക്കരുതേ,
ഖിയാമത്ത് നാൾ സംഭവിക്കരുതേ എന്ന് മനുഷ്യൻ ഇങ്ങനെ കബറിൽ വെച്ച് വിലപിക്കും. കാരണം എന്താ? ഖിയാമത്ത് നാൾ സംഭവിച്ചു കഴിഞ്ഞാൽ അവന് പോകാനുള്ളത് ഭയാനകരമായിട്ടുള്ള ഭീതിജനകമായിട്ടുള്ള നരകത്തിന്റെ അഗ്നിയാണ്. അത് കണ്ടുകൊണ്ട് അവൻ ഇങ്ങനെ കബറിൽ കിടന്ന് വിലപിക്കുകയാണ്, ഖിയാമത്ത് നാൾ സംഭവിക്കരുതേ. അടുത്ത വിലാപം ഖബറിൽ വെച്ചുകൊണ്ട്. ആ വിലാപം കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. ആ വിലാപവും കൊണ്ട് കാര്യമില്ല. നോക്കൂ നിങ്ങൾ, വീണ്ടും പരലോകത്ത് അവൻ പരലോകത്തേക്ക് എത്തുന്നു. അങ്ങനെ മനുഷ്യൻ പരലോകത്തേക്ക് മുസ്ലിമായിട്ടുള്ള കുറ്റവാളിയായിട്ടുള്ള മനുഷ്യൻ പരലോകത്തേക്ക് എത്തുമ്പോ അവിടെ വെച്ചിട്ട് മറ്റൊരു വിലാപം. അതെന്താ നമുക്ക് കാണാൻ കഴിയും? അവൻ ഈ നരകത്തിന്റെ ആളായി തീരാൻ വേണ്ടിയിട്ട്, അവൻ നരകാവകാശിയായി തീരാനുള്ള ഒരു കാരണം പറഞ്ഞുകൊണ്ട് അവൻ വിലപിക്കുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്നറിയോ? ദുനിയാവില് ചീത്ത കൂട്ടുകെട്ടുകൾ കൂടി അല്ലാഹുവിനെ മറന്ന് ജീവിച്ചു. എല്ലാ തിന്മയിലും ആ കൂട്ടുകാരന്റെ കൂടെ പങ്കാളിയായി സകല വൃത്തികേടുകളിലും സകല തിന്മകളിലേക്കും അവൻ എന്നെ വലിച്ചു കൊണ്ടുപോയി. അതിലേക്കൊക്കെ ഞാൻ പോയി. എന്നിട്ട് അവിടെ വെച്ചിട്ട് ഈ കൂട്ടുകാരനെ ഓർത്ത്, അവന്റെ ചെയ്തിയെ ഓർത്ത് അവൻ വിലപിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫുർഖാനിലെ 28-29 വചനങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു മനുഷ്യന്റെ വിലാപം. യാ വൈലതാ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. അവൻ വിലപിക്കുകയാണ്. എന്താണെന്നറിയോ? യാ വൈലതാ, എന്റെ നാശമേ, ലൈതനീ, എത്ര നന്നായിരുന്നേനെ, ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ, ഇന്നാലിന്ന മനുഷ്യനെ ഞാൻ കൂട്ടുകാരനായി സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനായിരുന്നു. ഇന്നാലിന്ന മനുഷ്യനെ കൂട്ടുകാരനായി സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേ. കാരണം എന്താ? ലഖദ് അളല്ലനീ, അതെ, എന്നെ അവൻ വഴികേടിലാക്കിയിരിക്കുന്നു. മിനൽ ദിക്രി ബഅദ ഇദ് ജാഅനി, എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ എനിക്കറിയാം. പക്ഷേ എന്റെ കൂട്ടുകാരൻ എന്നെ തിന്മയിലേക്ക് കൊണ്ടുപോയി, എന്റെ കൂട്ടുകാരൻ എന്നെ വഴികേടിലാക്കി എന്ന് അവിടെ വെച്ച് വിലപിക്കുകയാണ്. പറയുന്നു, പിശാച് മനുഷ്യന്റെ ഏറ്റവും വലിയ വഞ്ചകനാണ് എന്ന് അല്ലാഹു പറയുന്നു. അപ്പോ ദുനിയാവിൽ പ്രിയപ്പെട്ടവരെ കൂട്ടുകെട്ട് നന്നാക്കണം. അതിന്റെ പേരിൽ പരലോകത്ത് വിലപിക്കുന്ന രംഗം വരാനുണ്ട്. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത്, ഒരു മനുഷ്യൻ തന്റെ കൂട്ടുകാരന്റെ മതത്തിലായിരിക്കും. അല്ലെ, ഇന്ന് ഏത് കുറ്റകൃത്യങ്ങൾ പിടിക്കപ്പെട്ടാലും ഒരു ഗ്യാങ്ങാണ്. ആ ഗ്യാങ്ങിൽ പെട്ട ആൾക്കാരുണ്ടാവും. അല്ലെ, ആ ഗ്യാങ്ങിൽ ഉൾപ്പെട്ട ആൾക്കാർ കൂട്ടുകാരന്മാരെ കൂടെ കൂടി അങ്ങനെ പോയത്. ലഹരി കേസാണെങ്കിലും പെണ്ണ് കേസാണെങ്കിലും എന്ത് കേസാണെങ്കിലും ഗ്യാങ്ങായിട്ട് അതിൽ പെട്ടുപോയിട്ടുള്ള ആള്. കാരണം കൂട്ടുകാരൻ അങ്ങനത്തതായിരുന്നു. കൂട്ടുകാരൻ ലഹരിയുടെ വാഹകനായിരുന്നു, അവന്റെ കൂടെ കൂടി പോയി. കൂട്ടുകാരൻ സകലവിധ പ്രേക്ഷതകൾക്കും അടിമപ്പെട്ടവനായിരുന്നു, അവനെ കൂട്ടുകാരനായി സ്വീകരിച്ചു. ഇവരും വഴികേടിലായി. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, പ്രിയപ്പെട്ട യുവാക്കളെ, യുവതികളെ, നമ്മുടെ കൂട്ടുകെട്ട് പരിശോധിക്കണേ, നമ്മുടെ കൂട്ടുകെട്ട് പരിശോധിക്കണേ. രക്ഷിതാക്കളും പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ മക്കൾ ആരുമായി കൊണ്ടാണ് കൂട്ടുകൂടുന്നത്? നല്ല കൂട്ടുകാരൻ തിരഞ്ഞെടുക്കാൻ സാധിക്കണം. നല്ല കൂട്ടുകാരന്മാർ കസ്തൂരി വാഹകനെ പോലെയാണെന്നാണ് റസൂൽ പറഞ്ഞത്. അവന്റെ കൂടെ കൂടിയാൽ ഒരുപാട് നന്മകൾ കിട്ടും, ഒരുപാട് നന്മകൾ കിട്ടും. നല്ല കൂട്ടുകാരനാണെങ്കിൽ, അല്ലെ, കസ്തൂരി വിൽപ്പനക്കാരൻ, അത്ര വിൽപ്പനക്കാരൻ, അവന്റെ അടുത്ത് വെറുതെ പോയി ഇരുന്നാൽ മതി. ആ ഒന്നും വാങ്ങണ്ട, വാങ്ങാതിരുന്നാൽ പോലും ഇതിന്റെ സുഗന്ധം നമുക്ക് ആസ്വദിക്കാൻ കഴിയും. ചീത്ത കൂട്ടുകാരൻ ഉലയിലോതുന്ന കൊല്ലനെ പോലെയാണ്, ഇരുമ്പ് പണിക്കാരനെ പോലെ, ബ്ലാക്ക് സ്മിത്തിനെ പോലെയാണ് ചീത്ത കൂട്ടുകാരൻ. എന്താ കാരണം? അവന്റെ ഉലയിൽ പോയിരുന്നാൽ അവിടെയുള്ള തീ, അവിടെയുള്ള കരിയും പുകയും ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക് പറ്റും, നമ്മൾ മലിനമാകും. ഇതുപോലെയാണ് ചീത്ത കൂട്ടുകാരൻ. ചീത്ത കൂട്ടുകൂടിയാൽ അവന്റെ സകലവിധ വൃത്തികേടുകളും തിന്മകളും അത് നമ്മുടെ ജീവിതത്തിലേക്കും അരിച്ചു വരും. അതുകൊണ്ട് നാളെ പരലോകത്ത് വിലപിക്കാതിരിക്കാൻ, കൂട്ടുകെട്ടിനെ കുറിച്ച് ആലോചിച്ച് വിലപിക്കാതിരിക്കാൻ നമ്മൾ കൂട്ടുകെട്ട് നന്നാക്കേണ്ടിയിരിക്കുന്നുവെന്ന് ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കുക. അപ്രകാരം തന്നെ പ്രിയപ്പെട്ടവരെ, നാളെ പരലോകത്ത് വീണ്ടും മനുഷ്യൻ നരകത്തിൽ വെച്ചുകൊണ്ട് വിലപിക്കുന്ന അവസ്ഥയുണ്ട്. അങ്ങനെ ഈ കുറ്റവാളിയായിട്ടുള്ള മനുഷ്യൻ, അവന്റെ കൂട്ടുകാരൻ, അവന്റെ സകലവിധ വൃത്തികേടുകളും തിന്മകളും അത് നമ്മുടെ ജീവിതത്തിലേക്കും അരിച്ചു വരും. അതുകൊണ്ട് നാളെ പരലോകത്ത് വിലപിക്കാതിരിക്കാൻ, കൂട്ടുകെട്ട് നന്നാക്കേണ്ടിയിരിക്കുന്നുവെന്ന് ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കുക. അപ്രകാരം തന്നെ പ്രിയപ്പെട്ടവരെ, നാളെ പരലോകത്ത് വീണ്ടും മനുഷ്യൻ നരകത്തിൽ വെച്ചുകൊണ്ട് വിലപിക്കുന്ന അവസ്ഥയുണ്ട്. അങ്ങനെ ഈ
പിന്നെ വിലപിച്ച് വിലപിച്ച് ഓരോ ഘട്ടങ്ങളിലും വിലപിച്ച് അവസാനം അവൻ നരകത്തിൽ എത്തിപ്പെട്ടു. അവിടെ എത്തിയിട്ട് വിലാപം തീരോ? ഇല്ല. അവിടെ വെച്ച് വീണ്ടും വിലാപം, അവിടെ വെച്ച് നരകത്തിയിൽ വെച്ച് വീണ്ടും വിലാപം നടത്തുകയാണ്. ആ നരകത്തിന്റെ ചൂട് സഹിക്കാൻ സാധിക്കാതെ, അതിനുള്ള ശിക്ഷ സഹിക്കാൻ സാധിക്കാതെ നരകത്തിന്റെ ആൾക്കാർ ഇങ്ങനെ പറയുമെന്നാണ്, വനാദൗ യാ മാലിക് ലിയഖ്ദി അലൈനാ റബ്ബുക ഖാല ഇന്നകും മാകിസൂൻ. സൂറത്ത് സുഖ്റഫിന്റെ 77-ാമത്തെ വചനം. വനാദൗ, നരകത്തിൽ ഇങ്ങനെ കടന്നെരിയുമ്പോ അവര് വിളിക്കുമെന്നാണ്. അവരിങ്ങനെ വിളിച്ചു പറയും. ആരോട്? യാ മാലിക്, നരകത്തെ കാക്കുന്ന മലക്കിനോട്. നരകത്തിന്റെ പാറാവടിയൊട്ടിയുള്ള നരകത്തെ കാക്കുന്ന മാലിക് എന്ന മലക്കിനോട് നരകത്തിൽ നിന്ന് ഇങ്ങനെ വിളിച്ചു പറയും, യാ മാലിക്, അല്ലയോ മാലികേ, ലിയഖ്ദി അലൈനാ റബ്ബുക, നിന്റെ റബ്ബിനോടൊന്ന് പറയോ, ഞങ്ങളൊന്ന് തീർത്തു തരാൻ. മരിക്കാതെ ആ ശിക്ഷ ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോ നരകത്തിന്റെ ആളുകൾ പറയുമെന്ന, ഒന്ന് മരണത്തിലേക്ക്, ഒന്ന് ഞങ്ങളൊന്ന് തീർത്തു തരാൻ, ഈ ശിക്ഷ അനുഭവിക്കാൻ വയ്യ, മാലികേ ഒന്ന് നിന്റെ റബ്ബിനോട് പറയുമോ എന്ന് വിലപിക്കുകയാണ്. കാര്യമുണ്ടോ? മാലിക്കിന്റെ മറുപടി എന്താ? ഇന്നകും മാകിസൂൻ, നിങ്ങളിവിടെ സ്ഥിരം താമസക്കാരാണ്, നിങ്ങളിവിടെ സ്ഥിരം താമസക്കാരാണ്, ഇതിൽ നിന്നൊരു രക്ഷയില്ല എന്ന് മാലിക് മറുപടി പറയുമെന്നാണ്. അപ്പൊ നിങ്ങൾ അവിടെയും ആ മനുഷ്യൻ, കുറ്റവാളിയായിട്ടുള്ള മനുഷ്യൻ വിലപിക്കുകയാണ്. മലക്കുകളുടെ ഒരു ചോദ്യമുണ്ട്. മനുഷ്യരിങ്ങനെ, കുറ്റവാളികളായ മനുഷ്യരിങ്ങനെ നരകത്തിൽ കടന്നെറിയുമ്പോ ഈ അവസ്ഥ കണ്ടിട്ട് നരകത്തെ കാക്കുന്ന മലക്കുകൾ, അതിന്റെ കാവൽക്കാര് ഈ നരകത്തിലുള്ള ആൾക്കാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സൂറത്തുൽ മുൽക്കിൽ ആമുഖമായി കൊണ്ട് നിങ്ങൾ കേൾപ്പിച്ച വചനം അതുമായി ബന്ധപ്പെട്ടതാണ്. അതെന്താ? ഇദാ ഉൽഖൂ ഫീഹാ സമിഉ ലഹാ ശഹീഖൻ വഹിയ തഫൂർ തകാദു തമയ്യസു മിനൽ ഗൈദ് കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ അലം യഅതികും നദീർ ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ ഫകذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير. നരകത്തിൽ ഇങ്ങനെ അവർ പ്രവേശിക്കുമ്പോ അതിന്റെ ഗർജനവും അതിന്റെ ഭയാനകതയും അതിന്റെ ഭീകരതയും അവരിങ്ങനെ കേൾക്കും. അതിങ്ങനെ തിളച്ചു മറയുന്നുണ്ടാകും. ഉഗ്ര കോപം നിമിത്തം അത് വേർപെട്ടു പോകുമാകായിരിക്കുന്നു. ആളുകൾ അതിലിങ്ങനെ കൂട്ടം കൂട്ടമായിക്കിട്ട് ഇങ്ങനെ നരകത്തിലേക്ക് ഇടുമ്പോ, കൂട്ടം കൂട്ടമായി നരകത്തിലേക്ക് ആളുകളെ ഇടുമ്പം അതിന്റെ കാവൽക്കാർ ഈ ആൾക്കാരോട് ചോദിക്കും, അലം യഅതികും നദീർ, അല്ല നിങ്ങൾ എന്താ പോയി നരകത്തിലെത്തിയത്? അലം യഅതികും നദീർ, നിങ്ങൾക്ക് മുന്നറിയിപ്പുകാർ വന്നില്ലായിരുന്നോ? താക്കീതുകാർ വന്നില്ലായിരുന്നോ? ഇങ്ങനെ ഭയാനകമായിട്ടുള്ള നരകമുണ്ട്, ശിക്ഷയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നേരത്തെ മുന്നറിയിപ്പുകാർ നിങ്ങളിലേക്ക് വന്നിട്ടില്ലായിരുന്നോ? നിങ്ങൾക്ക് ഇതൊക്കെ കൃത്യമായിക്കൊണ്ട് നേരത്തെ പറഞ്ഞു തന്നിട്ടില്ലായിരുന്നോ? ആ സമയത്ത് നരകക്കാരുടെ മറുപടി എന്താണെന്നറിയോ? ഖാലൂ, അവര് പറയും, ബലാ, അതെ, ഇല്ലാന്നല്ല പറയാം, ബലാ, അതെ, മുന്നറിയിപ്പുകാര് വന്നിരുന്നു, താക്കീതുകാര് വന്നിരുന്നു, ഇങ്ങനെ നരകമുണ്ട് സ്വർഗമുണ്ട് എന്തൊക്കെ ഞങ്ങളോട് പറഞ്ഞിരുന്നു. ഖുർആൻ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു, ഹദീസിന്റെ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു, ഖുർആൻ പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് സംഗതികൾ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളതെല്ലാം കളവാക്കി, ഞങ്ങൾ അഹങ്കരിച്ചുകൊണ്ട് പറഞ്ഞു, മാ നസ്സലല്ലാഹു മിൻ ശൈഇൻ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ. അല്ലാഹു ഒന്നും അവതരിപ്പിച്ചിട്ടില്ല, അല്ലാഹു ഇങ്ങനൊന്നും പറഞ്ഞിട്ടില്ല,
അതൊന്നും ഇല്ലാത്തതാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു. നിങ്ങളൊക്കെ വലിയ വഴികേടിലാണ് എന്ന് ഞങ്ങൾ പുച്ഛിച്ച് തള്ളി. ഇതൊക്കെ പറയുമ്പോ, നരകത്തെ പറ്റി പറയുമ്പോ, ഖബറിലെ ഭയാനകത്തെ പറ്റി പറയുമ്പോ, സിറാത്തിനെ പറ്റി പറയുമ്പോ, ഹിസാബിനെ പറ്റി പറയുമ്പോ ഞങ്ങളത് വേണ്ട ഗൗരവത്തിൽ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ നരകത്തിൽ വന്നു പതിച്ചതെന്ന് അവിടെ വെച്ച് വിലപിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഈ വിലാപമൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ, പ്രവാചകനിലൂടെ ഈ സംഗതികളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം, അല്ലെ? കാര്യങ്ങളെ, ജീവിതത്തെ ബുദ്ധിപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചില്ലേ, ആരാണ് ബുദ്ധിമാൻ? അൽ കയ്യിസു മൻ കാന നഫ്സുഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ അവൻ തന്റെ നഫ്സിനെ കീഴൊതുക്കിയവനാണ്. നഫ്സിനെ അല്ലാഹു നിശ്ചയിച്ച രീതിയിൽ, അല്ലാഹു പറഞ്ഞ രീതിയിൽ അതിനെ കടിഞ്ഞാണിട്ട് കൊണ്ടുപോയവനാണ്. മാത്രമല്ല, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് മുൻകൂട്ടി ഒരുങ്ങിയവനാണ് ബുദ്ധിമാനെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാളെ പരലോകത്ത് ഈ വിലാപങ്ങൾ കൊണ്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് നാളെ പരലോകത്തെ വിലപിക്കാതിരിക്കാൻ, ഖേദിക്കാതിരിക്കാൻ നമ്മൾ ഒരുങ്ങുക, തയ്യാറാവുക, നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുക, നമ്മുടെ വിശ്വാസവും നമ്മുടെ കർമ്മങ്ങളും കുറ്റമറ്റതാക്കി തീർക്കുക, നമ്മുടെ സ്വഭാവ രംഗം നമ്മൾ ശ്രദ്ധിക്കുക. എവിടെയാണ് നമുക്ക് ഫോൾട്ടുകൾ വന്നിട്ടുള്ളത്, തൗബ ചെയ്യുക. തൗബയുടെ വാതിലുകൾ മലർക്കെ തുറക്കപ്പെട്ടിരിക്കുന്ന അവസരമാണ്, അല്ലേ? നമ്മുടെ മുന്നിൽ നമുക്കിപ്പോൾ ജീവനുണ്ട്, ശ്വാസമുണ്ട്, ശ്വാസം നിലച്ചിട്ടില്ല. ഈ സമയത്ത് അടുത്ത സന്ദർഭത്തിൽ തന്നെ അല്ലാഹുവിനെ ഖേദിച്ചു മടങ്ങാൻ നമ്മൾ തയ്യാറാകണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് വലാഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലി വസല്ലിം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സർവ്വലോകരക്ഷിതാവും അളവറ്റ ദയാപരനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും അവന്റെ മാർഗ്ഗനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകൾ പ്രത്യേകം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചു തന്ന ഈ നശ്വരമായി കൊണ്ടുള്ള ഇഹലോക ജീവിതം ഏറ്റവും കുറ്റമറ്റ രീതിയിൽ ബുദ്ധിപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതും അത് തന്നെയാണ്. മഹാനായിട്ടുള്ള അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയുണ്ടായി, അദ്ദേഹത്തിന്റെ വാചകങ്ങളായി നമുക്ക് കാണാൻ കഴിയും, ഇർതഹലത്തി ദുനിയ മുദ്ബിറ വർതഹലത്തിൽ ആഖിറത്തു മുഖ്ബിറ. ദുനിയാവ് നമ്മിൽ നിന്നും പെട്ടെന്ന് തീർന്നു പോവുകയാണ്. വർതഹലത്തിൽ ആഖിറത്തു മുഖ്ബിറ, ആഖിറം പരലോകം നമ്മിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്നു. വലിക്കുള്ളി വാഹിദത്തി മിൻഹുമാ ബനൂൻ, രണ്ടിനും അതിൻ്റെതായിട്ടുള്ള ആൾക്കാരുണ്ട്. കുറച്ച് ആൾക്കാർ ദുനിയാവിന്റെ ആൾക്കാർ, ദുനിയാവിന്റെ കാര്യങ്ങൾ മാത്രം നോക്കി നടക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ പരലോകത്തിന്റെ കാര്യങ്ങൾ നോക്കി നടക്കുന്ന ആൾക്കാരുമുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ പരലോകത്തിന്റെ ആളുകളാകണേ, പരലോകത്തിന് വേണ്ടിയിട്ട് കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളാകണേ. ദുനിയാവിന്റെ ആളുകളായി തീരരുത്, അല്ലെ? നമ്മുടെ കുട്ടികളോടൊക്കെ പറയുന്നുണ്ട്, എൻജോയ് യുവർ ലൈഫ്. ഒറ്റൊരു ജീവിതമേ ഉള്ളൂ, മാക്സിമം അടിച്ചു പൊളിക്കുക. ഇതാണ് ലിബറൽസ് നമ്മുടെ കുട്ടികളോടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അലി ഇബ്നു അബീ ത്വാലിബ് പറഞ്ഞു, നിങ്ങൾ ദുനിയാവിന്റെ ആളുകളായിക്കൊണ്ട് നിങ്ങൾ തീരരുത്, മറിച്ച് പരലോകത്തെ കൂടി മുന്നിൽ കണ്ട് നിങ്ങൾ പ്രവർത്തിക്കണം. കാരണം എന്താ? ഇന്ന് നമുക്ക് പ്രവർത്തിക്കാനുള്ള അവസരമുണ്ട്, ഇന്ന് വിചാരണയില്ല. നാളെ വിചാരണയുണ്ട്, അവിടെ പ്രവർത്തിക്കാനുള്ള അവസരവുമില്ല. അതുകൊണ്ട് പരലോകത്തിന്റെ ആളുകളായി തീരുക. ഇഹലോകത്തിന് വേണ്ടി ഇഹലോകത്തിന്റെ ആളുകളാവാതെ പരലോകത്തിന്റെ ആളുകളായി തീരുക. ആഖിറത്തിന്റെ അവസ്ഥകൾ, ആ പരലോകത്തിന്റെ സാഹചര്യങ്ങളൊക്കെ അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിരുന്നത് അതിനുവേണ്ടി ഒരുങ്ങാനാണ്, തയ്യാറാകാനാണ്. നേരത്തെ കണ്ട വിലാപങ്ങൾ വിലപിക്കാതിരിക്കാനാണ്. ഒരു കാര്യവുമില്ല പരലോകത്തെ വെച്ച് വിലപിച്ചിട്ട്. ആ വിലാപം ഒഴിവാക്കാൻ നമ്മൾ നേരത്തെ ഒരുങ്ങുക, ബുദ്ധിപൂർവ്വം ജീവിതത്തെ
ചിട്ടപ്പെടുത്തുക, വിശ്വാസം കർമ്മരംഗമൊക്കെ കുറ്റമറ്റതാക്കി തീർക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, നമ്മൾ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള മുഴുവൻ പാപങ്ങളും ഞങ്ങൾക്ക് ഇനി വിട്ടുപുറത്തു മാപ്പാക്കി തരണ റഹ്മാൻ. അല്ലാഹു, നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, കുടുംബങ്ങൾ, സഹോദരി സഹോദരന്മാർ, അല്ലാഹു അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണം. അല്ലാഹു, നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ ദൂരീകരിച്ചു കൊടുക്കുന്ന റഹ്മാനെ. അല്ലാഹുവേ, മഴയുടെ ശക്തമായിട്ടുള്ള കെടുതികൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ, പ്രത്യേകിച്ച് ആസാം പോലെയുള്ള സ്ഥലങ്ങൾ ഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. അല്ലാഹുവേ, അവർക്ക് നീ ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കണം. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين في فلسطين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.